വോട്ടർ പട്ടിക ക്രമക്കേട് കാണിച്ച രാഹുൽ ഗാന്ധി ഇപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രശാന്ത്. പക്ഷെ ഇപ്പോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ രാഹുലിനെതിരെ തിരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് കർണാടകയില്. അത് അറിഞ്ഞായിരുന്നോ? ഒരു വലിയൊരു അടിയായി പോയി കേട്ടോ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും. തീർച്ചയായിട്ടും കോൺഗ്രസ് ശരിക്കും രാഹുൽ ശരിക്കും പെട്ടതുപോലെയാണ് ആ വിഷയത്തിൽ. കാരണം ഈ കർണാടകയിലാണ് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ഇപ്പൊ അവിടെ വലിയ പിന്നെ പ്രക്ഷോഭമൊക്കെ ആരംഭിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനമൊക്കെ കൊടുത്ത്, എന്നാൽ പരാതി കൊടുക്കാൻ തയ്യാറല്ല, കോടതിയിൽ പോകാൻ തയ്യാറല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ സത്യവാങ്മൂലം കൊടുക്കാൻ തയ്യാറല്ല, ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല. തെളിവ് സഹിതം കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടിയെടുക്കും. ഈ ജയിച്ച ആളിന്റെ ജയത്തെ റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ട്. നമുക്കറിയാലോ, ഇവിടെ തന്നെ ലോക്കൽ ബോഡിയിലൊക്കെ പലരും അങ്ങനെ വരുമ്പോൾ ഈ കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ വിധി പറയുന്നത്, പിന്നീടല്ലേ കോടതിയിൽ പോയി ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അപ്പോ അതൊക്കെ ചെയ്യുന്നതിന് പകരം രാഹുൽ ഇങ്ങനെ വെറുതെ ഈ എന്താ പറയുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വായ്ത്താരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും നരേന്ദ്രമോദിയെയൊക്കെ കുരുക്കാനുണ്ടാക്കിയ ഒരു കെണി, ഒരു കുരുക്ക് സ്വയം രാഹുൽ എടുത്ത് കഴുത്തിലിട്ട് കുരുങ്ങിയ അവസ്ഥയിലാണ്. ഈ കർണാടകയിലെ വിഷയമാണല്ലോ പറഞ്ഞത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തില് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തില് BJP കോൺഗ്രസ് പോരില് കോൺഗ്രസ് 32,707 വോട്ടിന് തോറ്റു അവിടെ. അതിൽ ഈ മഹാദേവപുരയിലെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് രാഹുൽ ആരോപിച്ചത്. എന്ന് മാത്രമല്ല, അവിടെ ഒരു ബിൽഡിങ് 120 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ബിൽഡിംഗ്, ഒരു മുറിയിൽ 80 വോട്ടർമാർ വരെ ഉണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ രംഗത്ത് വന്നിരിക്കുന്നത്. ജയറാം റെഡ്ഡി എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു കോൺഗ്രസ്സുകാരൻ. അതാണ് അതിലെ രസം. ഇപ്പൊ രാഹുൽ സത്യത്തിൽ ഈ തനിക്ക് താനേ പാര എന്ന് പറഞ്ഞ മട്ടിലായി. ഈ കോൺഗ്രസ്സുകാരൻ ജയറാം റെഡ്ഡി പറയുന്നത് എനിക്ക് BJP ആയിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് ബന്ധമുള്ളത് കോൺഗ്രസ്സുമായിട്ടാണ്. അയാൾ പരസ്യമായിട്ട് രംഗത്ത് വന്നു. എന്നിട്ട് അയാൾ അത് കാര്യം പറഞ്ഞു, എന്താണ് അവിടെ സംഭവിച്ചത്. കാരണം ഇല്ലെങ്കിൽ നാളെ അയാൾ കുരുങ്ങും. അയാൾ ഇത് സത്യം ഇപ്പൊ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നാളെ അയാൾ ഇതിന്റെ പുറകെ പെട്ടിയും കിടക്കെ എടുത്ത് ഓടേണ്ട അവസ്ഥ വരും. അയാളുടെ സ്ഥലമാണല്ലോ. അവിടെ ഈ 120 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ 80 പേര് 80 പേർക്ക് അവിടെ നിന്ന് ഇത് കിട്ടിയിരിക്കുകയാണ്. 80 പേര് അതിന്റെ അകത്ത്. അയാൾ പറയുന്ന കാരണം കേട്ടോ, ഇത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടമാണ്. അവർ ഈ വാടക ചീട്ട് വെച്ച് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏജന്റുമാർ, പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർക്ക് പോലും ഇത്തരത്തിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഏജന്റുമാർ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ പറയുന്നത്, ജയറാം റെഡ്ഡി കോൺഗ്രസ്സുകാരൻ പറയുക. അതൊക്കെ ഇവിടെ ചില സ്ഥലങ്ങളിലുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന BJP അല്ലാത്ത ചില ആൾക്കാർ ഭരിക്കുന്ന, ഉദാഹരണത്തിന് ബംഗാൾ, നമുക്കറിയാം അവിടെ ബംഗ്ലാദേശികൾ ധാരാളം നുഴഞ്ഞു കയറിയിട്ട് അവിടുന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ചുകൊണ്ട് കേരളത്തിൽ വരെ വന്ന് ജോലി എടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് ജയറാം റെഡ്ഡി പറയുകയാണ്, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഞാനിത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, അവരിവിടെ വന്ന് ഈ വാടക ചീട്ടുമായിട്ട് ഇവിടെ താമസിക്കുക. അപ്പോൾ അവർക്ക് ഗ്യാസ് എടുക്കാനോ മറ്റു പല ആവശ്യങ്ങൾക്കും റേഷനൊക്കെ വാങ്ങണമല്ലോ, അവരെന്ത് ചെയ്യും, തിരിച്ചറിയൽ കാർഡ് സമ്പാദിക്കും, റേഷൻ കാർഡ് സമ്പാദിക്കും, ഈ വാടക ചീട്ട് വെച്ച് സമ്പാദിക്കും. എന്നിട്ട് അവരിവിടുന്ന് പോകുമ്പോൾ ഈ വോട്ടേഴ്സ് ID കാർഡ് ഇതുപോലെ അവരുടെ കയ്യിൽ കാണും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്, എനിക്കിതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല, ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വാടക ചീട്ട് വെച്ച്, വാടക ചീട്ട് എഴുതാതെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, വാടക ചീട്ട് വെച്ച് ഇപ്പൊ നമുക്ക് വാടക ചീട്ട് വെച്ച് ഗ്യാസിന് ബുക്ക് ചെയ്യാം, വാടക ചീട്ട് വെച്ച് റേഷൻ കാർഡിന് കൊടുക്കാം. അങ്ങനെ റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് മറ്റു പലതും, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ പലതും എടുക്കാം, ആധാർ കാർഡ് ഉണ്ടാക്കാം, അങ്ങനെ ആധാർ കാർഡ് കിട്ടിയ ഫോണിന് സിം എടുക്കാം. ഇതൊക്കെ നടക്കും നമ്മുടെ രാജ്യത്ത്, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡും വ്യാജ കാർഡുകളും ഉണ്ടാക്കി കൊടുക്കാൻ ഇതുപോലെ വാടക ചീട്ട് വെച്ചൊരു റേഷൻ കാർഡ് എടുത്താൽ മതി. വളരെ ലളിതമാണ്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്തു കൊടുക്കുന്നത് ആരാ? ഇതെല്ലാം പരിശോധിക്കുകയും ഇതിനെ കൃത്യമായിട്ട്
ഇക്കാര്യത്തിൽ രേഖകൾ സഹിതം ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. അവരാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിർവഹിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് അവർക്ക് വീഴ്ച വന്നു? ഇപ്പം കർണാടക എന്ന് പറയുന്നത് നിരന്തരം BJP ഭരിച്ചു പോകുന്ന ഒരു സ്ഥലമല്ലല്ലോ. BJP ഭരിക്കും, 5 കൊല്ലം കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കും, അത് കഴിഞ്ഞ് 5 കൊല്ലം BJP ഭരിച്ചു. അത് തന്നെ 2008 ശേഷമാണ്. അതിനു മുമ്പ് അവിടെ കോൺഗ്രസും ജനതാദളും മാറി മാറി ഭരിക്കുകയായിരുന്നു, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വോട്ടേഴ്സ് ID കാർഡ്, തിരിച്ചറിയൽ രേഖ ഒക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഈ പറയുന്ന നരേന്ദ്രമോദിയെയോ കേന്ദ്ര BJPയെയോ തെറി വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ രാഹുല് ശരിക്കു പറഞ്ഞാൽ രാഹുൽ ഉണ്ടാക്കിയ ആ ആക്ഷേപം, ആരോപണം രാഹുലിന് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരനായ ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ആള്, ഇത് നമ്മൾ പറയുന്നല്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്, അയാൾ മാധ്യമങ്ങളോട് പറയുകയാണ്. ഈ ജയറാം റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനാണ്. അയാൾ തന്നെ പറയുകയാണ്, എൻ്റെ ഇവിടെ ഈ കെട്ടിടത്തിൽ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ വരും പോവും, 1 വർഷത്തിൽ കൂടുതൽ ആരും നിൽക്കാറില്ല, ഇങ്ങനെ വന്നു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവര് ഈ രേഖകൾ വെച്ച് ഈ പറഞ്ഞതുപോലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നേടിയ ഞാൻ എന്ത് ചെയ്യും എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത്, എന്താ കോൺഗ്രസിന് ഇതിൽ നടപടി എടുത്തൂടെ? ഈ ആൾക്കാരുടെ രേഖകൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഇവിടുന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള, 10 വർഷമാണല്ലോ രാഹുൽ പറയുന്നത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് തൊട്ടാണ് ഇതെല്ലാം ഇന്ത്യയിൽ നടക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഇന്ത്യ സമത്വ സുന്ദര സ്വർഗമായിരുന്നു ഇന്ത്യ. ആർക്കും ഒരു പരാതിയില്ല, ഇവിടെ ഒരു കള്ളത്തരവും നടന്നിരുന്നില്ല, ഒരു അഴിമതിയും നടന്നിരുന്നില്ല, വളരെ സത്യസന്ധമായി കാര്യങ്ങൾ നടന്നിരുന്നു, ആരും നുഴഞ്ഞു കയറിയിട്ടില്ല, ആർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡ് കൊടുത്തിരുന്നില്ല, എല്ലാം വളരെ സുന്ദരമായിട്ട് മധുര മനോജ്ഞ ചൈന എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വാഴ്ത്തി പാടുന്നത് പോലെ മധുര മനോജ്ഞമായ ഒരു സമത്വ സുന്ദര സുതാര്യ, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും ഇതൊന്നും കേൾക്കാനില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു. നരേന്ദ്രമോദി 2014 ഭരിക്കാൻ വന്നപ്പോൾ തൊട്ടാണ് ഇതെല്ലാം തകിടം മറിഞ്ഞത്, വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്നാണ് രാഹുൽ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ കർണാടക? എങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് നടപടി എടുത്തുകൂടാ? അല്ല, ഇനി ജയറാം റെഡ്ഡി പറഞ്ഞതാണ് തെറ്റെങ്കിൽ ജയറാം റെഡ്ഡിയെ തൂക്കി അകത്തിട്, എന്നിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കൂ. അതൊന്നും ചെയ്യാതെ വളരെ നിരുത്തരവാദപരമായിട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ദയവായിട്ട് നമ്മുടെ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യരുത്. മറ്റ് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തരുത് എന്നാണ് പൊതുവെ ജനങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ജയറാം റെഡ്ഡിയുടെ വെളിപ്പെടുത്തൽ ഈ സംഭവത്തിനൊരു വഴിത്തിരിവുണ്ടാക്കിയിരിക്കുകയാണ്. മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഇപ്പോൾ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി മുഴുവൻ.